ഹലോ, വെൽക്കം ടു ധനലക്ഷ്മി. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിന്ന് പുതിയൊരു റീഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കിവിടെ 7 ചക്ര ബ്രേസ്ലെറ്റ്, ധനയോഗ ബ്രേസ്ലെറ്റ്, അങ്ങനെ കുറച്ച് ബ്രേസ്ലെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈവിലൈയുടെ ബ്രേസ്ലെറ്റ്, ദൃഷ്ടി നമുക്ക് പതിക്കാതിരിക്കാനുള്ളൊരു ബ്രേസ്ലെറ്റ്, ഈവിലൈ ബ്രേസ്ലെറ്റ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്രേസ്ലെറ്റ് എല്ലാം പൂജിച്ചാണ് നിങ്ങൾക്ക് തരുന്നത്, എല്ലാം പൂജിച്ചാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഇതിടുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോടൊരു ക്ഷമ ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു സോറി ചോദിക്കാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസിലാണ്, നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു. പക്ഷേ ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ അതൊരു തേർഡ് പാർട്ടി ആവാം, ഒന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ സുഹൃത്തുക്കളായിരിക്കാം. എന്തോ ആരുടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഈ ബന്ധത്തിൽ എന്താ പറയുക ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടായി. ഒരാളെ വിളിക്കുമ്പോൾ മറ്റേ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ പുള്ളി എടുക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്കൊരുപാട് വിഷമമാണ്, ഒത്തിരി വിഷമം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ മനസ്സിൽ ഒരു സോറി അല്ലെങ്കിൽ ക്ഷമ ചോദിക്കണം എന്നുള്ള ഒരു ഇത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയുടെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറക്കമില്ലാത്തതിൻ്റെ ഒരു ഇതുമുണ്ട്. അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ വന്നാലും ഇവിടെ നമുക്ക് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ്. പക്ഷേ എന്തോ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇടപെടൽ കാരണം നിങ്ങൾക്കിങ്ങനെ ഇച്ചിരി ഡിസ്റ്റൻസ് ആവേണ്ടി വന്നു. അത് കുഴപ്പമില്ല. നിങ്ങൾ പഴയതിനെക്കാട്ടിയും ഇരട്ടി സ്നേഹത്തോടെ രണ്ടുപേരും ഒന്നിക്കുന്നു എന്നിവിടെ തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കും ഇനി ഇവൻ എന്നെ കളഞ്ഞിട്ട് പോകുമോ, വേറൊരു ബന്ധത്തിലാവുമോ, അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സോറി ചോദിക്കും. പഴയതിനെക്കാട്ടിയും ഇരട്ടി സ്നേഹത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കണം. ഹെൽത്ത് ഇപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ നല്ല നല്ല നിമിഷങ്ങളത് പോകും. അപ്പം നിങ്ങൾ ഹെൽത്ത് നിങ്ങൾ കെയർ ചെയ്യുക. വരേണ്ടത് സമയമാകുമ്പോൾ വരും. നിങ്ങളുടെ പാർട്ട്ണർ തീർച്ചയായിട്ടും നിങ്ങളോട് വന്ന് സോറി ചോദിക്കുകയും നിങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്യും. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാം അതായ ടൈമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളടുത്തേക്ക് തന്നെ എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ ബ്രേസ്ലെറ്റിനും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും, എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഗോഡ് ബ്ലെസ് യു.